ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജവഫൂസ് മീഡിയ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കുന്ന പുട്ടുണ്ടല്ലോ, അത് ബാക്കി വന്നാൽ നമുക്ക് 4 മണിക്കൂർ അടിപൊളി പലഹാരമാക്കി മാറ്റിയെടുക്കാം. ആ ഒരു ട്രിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. ഞാൻ 3 ചെറിയ കഷ്ണം പുട്ടെടുത്തിട്ടുണ്ട്. അത് നന്നായി കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ നെയ്യിലേക്ക് തന്നെ കുറച്ച് ഉണക്കമുന്തിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉണക്കമുന്തിരി കൂടെ വഴറ്റിയെടുത്തതിന് ശേഷം അതുകൂടെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇത് 3 കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് പൊടിച്ച് വെച്ച പുട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ പുട്ടാണ്, അതുകൊണ്ട് കുറച്ച് കട്ടകളായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ സാധാരണ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ഒന്നുകൂടെ കാണാൻ ഭംഗിയും കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ പുട്ടൊന്ന് നന്നായി വഴറ്റിയതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇട്ടാൽ മതി. അപ്പം എല്ലാവരും എടുക്കുന്ന പുട്ടിൻ്റെ അളവ് തന്നെയായിരിക്കണം എന്നില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ഇതിലേക്ക് ചൂടായി എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡിഷ് തയ്യാറായി. നമുക്കിതിനി സെർവ് ചെയ്യാം. നല്ല സൂപ്പർ ഡിഷാണ്. നമ്മൾ രാവിലെ പുട്ട് ബാക്കി വന്നാൽ വെറുതെ കളയല്ലേ. അപ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ ഡിഷാണ്. ഈ നെയ്യ് ഇഷ്ടമില്ല എന്നുള്ള ആളുകൾ നെയ്യിന് പകരം ഓയിലൊഴിച്ചാലും മതി. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.